10th ലെവൽ മുൻ പരീക്ഷകളിലെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ആൻസർ ഓപ്ഷൻ സി, അടൽ ബിഹാരി വാജ്പേയി. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? അടൽ ബിഹാരി വാജ്പേയി സ്മരണാർത്ഥമാണ്. അപ്പൊ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 94ാം ജന്മദിനത്തോടനുബന്ധിച്ച് 2018 ഡിസംബറിൽ 100 രൂപയുടെ നാണയം പുറത്തിറക്കുന്നത്. 94ാം ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് 2018 ഡിസംബറിലാണ് 100 രൂപയുടെ നാണയം പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയുടെ റേഡിയോ പ്രഭാഷണമായ മൻ കി ബാത്ത് അതിന്റെ 100ാം എപ്പിസോഡ് പൂർത്തിയായതിന്റെ സ്മരണാർത്ഥം 2023 ഏപ്രിലിലും പുതിയ 100 രൂപ നാണയം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൻ കി ബാത്ത് എന്ന് പറയുന്ന ഒരു റേഡിയോ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന്റെ 100ാം എപ്പിസോഡ് പൂർത്തിയാക്കിയതിന്റെ സ്മരണാർത്ഥം 2023 ഏപ്രിലിലും ഒരു പുതിയ അല്ലെങ്കിൽ 100 രൂപ നാണയങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി സ്മാരക നാണയം പുറത്തിറക്കിയത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം 1964ലാണ്. സ്മാരക നാണയങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങുന്നത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം 1964 മുതലാണ് നാണയങ്ങൾ ഇങ്ങനെ പുറത്തിറക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ 100 രൂപയുടെ സ്മാരക നാണയം 1981 അന്തർദേശീയ ബാലവർഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയതാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ 100 രൂപ സ്മാരക നാണയമുണ്ട്. 100 രൂപയുടെ സ്മാരക നാണയം ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1981 അന്തർദേശീയ ബാലവർഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയതാണ്. ഇന്ത്യയിൽ ആദ്യമായി 1000 രൂപയുടെ നാണയം പുറത്തിറക്കിയത് 2010ലാണ്. 1000 രൂപ 1000 രൂപയുടെ നാണയം പുറത്തിറക്കുന്ന വർഷം ഏതാണ്? 2010ലാണ്. ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ 1000 വർഷത്തിന്റെ സ്മരണാർത്ഥമാണ്. ബൃഹദീശ്വര ക്ഷേത്രം, തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ 1000 വർഷത്തിന്റെ സ്മരണാർത്ഥമാണ്. ഇന്ത്യയിൽ ആദ്യമായി 500 രൂപയുടെ നാണയം പുറത്തിറക്കിയത് 2015 മൂന്നാം ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ സ്മരണാർത്ഥമാണ്. താന്തിയ തോപ്പിയുടെ 200ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി 2016 ആദ്യമായി 200 രൂപ നാണയം പുറത്തിറക്കിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ, ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് 100 രൂപയുടെ നാണയം പുറത്തിറക്കിയെന്ന് വെച്ചാൽ അടൽ ബിഹാരി വാജ്പേയി ആണ്. അദ്ദേഹത്തിന്റെ 94ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ്. അപ്പൊ അദ്ദേഹം ജനിക്കുന്നത് ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിനാണെന്ന് അറിയാം. 94ാം ജന്മദിനത്തോടനുബന്ധിച്ച് 2018 ഡിസംബറിലാണ് 100 രൂപയുടെ നാണയം പുറത്തിറക്കുന്നത്. അതുപോലെ പ്രധാനമന്ത്രിയുടെ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 100ാം എപ്പിസോഡും ആചരിച്ചുകൊണ്ട് അതിന് 100 രൂപയുടെ നാണയം പുറത്തിറക്കിയിരുന്നു. അത് 2023 100ാം എപ്പിസോഡ് വന്നത് 2023 ഏപ്രിലിൽ. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്മാരക നാണയം പുറത്തിറക്കുക തുടങ്ങിയത് ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് 1964. പിന്നെ നമുക്ക് ആദ്യത്തെ 100 രൂപ സ്മാരക നാണയം വന്നത് 1981 അന്തർദേശീയ ബാലവർഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയതാണ്. ഇന്ത്യയിൽ ആദ്യമായി 1000 രൂപയുടെ നാണയം വന്നിട്ടുണ്ട്. അത് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ 1000 വാർഷികം അതനുസരിച്ചിട്ടാണ്. പിന്നെ ഇന്ത്യയിൽ 500 രൂപയുടെ നാണയം പുറത്തിറക്കിയത് 2015 മൂന്നാം ഇൻഡോ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ സ്മരണാർത്ഥമാണ്. പിന്നെ 200 രൂപയുടെ നാണയം വന്നത് താന്തിയ തോപ്പിയുടെ 200ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് 200 രൂപയുടെ നാണയം പുറത്തിറക്കിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് കിഴക്കൻ തീരസമുദ്രം. തമിഴ്നാടിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കിഴക്കൻ തീരസമുദ്രം. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മൺസൂൺ പിൻവാങ്ങുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ പിൻവാങ്ങുന്നു. സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനാരംഭത്തോടെ ഗംഗാസമുദ്രത്തിലെ ന്യൂനമർദ്ദ മേഖലയും തെക്കോട്ട് നീങ്ങാൻ തുടങ്ങും. ഗംഗാസമുദ്രത്തിന്റെ മുകളിലായിട്ട് ന്യൂനമർദ്ദ മേഖല ഉണ്ടാകും. ഇങ്ങനെ സൂര്യന്റെ അയനത്തിനനുസരിച്ച് വടക്കോട്ട് തെക്കോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം ആരംഭിക്കുന്നതോടെ ഗംഗാസമുദ്രത്തിലുള്ള ന്യൂനമർദ്ദ മേഖല ഇങ്ങോട്ട് ദക്ഷിണാർദ്ധഗോളം തെക്ക് ഭാഗത്തേക്കാണ്. അപ്പൊ ആ മർദ്ദ മേഖല തെക്കോട്ടേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ തെക്കോട്ട് നീങ്ങാൻ തുടങ്ങുന്നു. അപ്പൊ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് അറിയപ്പെടുന്നത്. ഈ സമയത്ത് ഉത്തരേന്ത്യയിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും. പക്ഷേ ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗങ്ങളിൽ ഒക്ടോബറിലും നവംബറിലുമാണ് കൂടുതൽ മഴ ലഭിക്കുക. അപ്പൊ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം റിട്രീറ്റിംഗ് ഓഫ് മൺസൂൺ എന്നാണ് ഏതറിയപ്പെടുന്നത്. ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഈ സമയത്ത് ഉത്തരേന്ത്യയിൽ എന്ത് കാലാവസ്ഥയായിരിക്കും? വരണ്ട കാലാവസ്ഥയായിരിക്കും. ഉത്തരേന്ത്യയിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും. പക്ഷെ നമ്മുടെ ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗം അത് അവിടെ ഒക്ടോബറിലും നവംബറിലും കൂടുതൽ മഴ ലഭിക്കുന്നു. ആൻഡമാൻ കടൽ പ്രദേശങ്ങളിൽ രൂപപ്പെട്ട് തെക്കൻ ഉപദ്വീപീയ ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ കടന്ന് സഞ്ചരിക്കുന്ന ചക്രവാതങ്ങളാണ് ഈ കാലത്ത് വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നത്. ആൻഡമാൻ കടൽ പ്രദേശങ്ങളിൽ രൂപപ്പെട്ട് തെക്കൻ ഉപദ്വീപീയ ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ കടന്ന് സഞ്ചരിക്കുന്ന ചക്രവാതങ്ങളാണ്. കിഴക്ക് ഭാഗത്താണ് നമുക്ക് ആ സമയത്ത് തമിഴ്നാടിന്റെ ആ ഭാഗത്തൊക്കെയാണ് മഴ കൂടുതലായിട്ട് ലഭിക്കുന്നത്. അപ്പൊ ഈ ചക്രവാതങ്ങളാണ് ഈ കാലത്ത് വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? നമുക്കറിയാം ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമായ ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേക ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒഴുകി പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. പ്രധാനമായും ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്. അതായത് ബസാൾട്ട് എന്താണ്? ഒരു ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ ആഗ്നേയശിലകളാണ്. അപ്പൊ ഈ ഇഗ്നിയസ് റോക്സിനാൽ നിർമ്മിതമായ ഡെക്കാൻ പീഠഭൂമിയിൽ എന്താണ് കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്ന് അറിയപ്പെടുന്നു. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും വടക്ക് സത്പുര മൈക്കല നിരകളും മഹാദേവ് കുന്നുകളും ഡെക്കാൻ പീഠഭൂമിക്ക് അതിരുണ്ട്. ഡെക്കാൻ പീഠഭൂമി എടുക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ പശ്ചിമഘട്ടമുണ്ട്. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടം പശ്ചിമഘട്ടം പൂർവ്വഘട്ടം. ഇനി വടക്ക് ഭാഗത്ത് സത്പുര മൈക്കല നിരകളും മഹാദേവ് കുന്നുകളും ഡെക്കാൻ ഭൂമിക്ക് അതിരിടുന്നു. വടക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം സത്പുര മഹാദേവ് കുന്നുകൾക്ക് എന്താണ് അതിരിടുന്നു. ഇനി ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകൾ ജാവടി കുന്നുകൾ, പാൽക്കൊണ്ട നിര, നല്ലമല കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ ഇതൊക്കെയാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകൾ ജാവടി കുന്നുകൾ, പാൽക്കൊണ്ട നിര, നല്ലമല നിര, മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയവയ്ക്കാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപവൽക്കരിച്ചു. അത് ശരിയാണ്. ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു അല്ലെ, അത് തെറ്റാണ്. പ്രധാനമന്ത്രി നിയമിക്കില്ല. 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു, അതും തെറ്റാണ്. അപ്പൊ ശരിയല്ലാത്ത പ്രസ്താവനകൾ 2ഉം 3ഉം ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12 നിലവിൽ വരുന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2005 വിവരാവകാശ നിയമത്തിന്റെ വകുപ്പ് 12 പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുള്ളത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത എണ്ണം വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. 2005 ആക്ട് പ്രകാരം 12ാം നമ്പർ വകുപ്പ് പ്രകാരമല്ല, 12ാം വകുപ്പ് പ്രകാരമാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത്. ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസറിനെ കൂടാതെ 10ൽ കവിയാത്ത അംഗങ്ങളുണ്ടാവും. ഈ വിവരാവകാശ കമ്മീഷൻ ഫോം ചെയ്തത്, വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ബാക്കിയുള്ള കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി, ഒരു കമ്മിറ്റിയുണ്ട്, പ്രധാനമന്ത്രി തലവനായ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. അപ്പൊ ഒരു കമ്മിറ്റിയാണ്, പ്രധാനമന്ത്രി ഉണ്ട്, പിന്നെ എന്താണ് പ്രതിപക്ഷ നേതാവുണ്ട്, ഒരു കേന്ദ്രത്തിലെ ഒരു ക്യാബിനറ്റ് മന്ത്രി, ഇങ്ങനെ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ശുപാർശ ചെയ്യും. അതനുസരിച്ചിട്ട് രാഷ്ട്രപതിയാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുക അല്ലെ. അപ്പൊ ആരൊക്കെയാണ് വിവരാവകാശ കമ്മീഷണർ ആവേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു ക്യാബിനറ്റ് മന്ത്രിമാരും ഈ കമ്മിറ്റി ചേർന്നിട്ടാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അവർ തീരുമാനിക്കുന്ന ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അതാണ് 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. വകുപ്പ് 12 പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളുമാണ് രാഷ്ട്രപതി നിയമിക്കും. ആരുടെ ശുപാർശ പ്രകാരമാണ്? പ്രധാനമന്ത്രിയും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങിയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അവർ നിർദ്ദേശിക്കുന്ന ആളുകളെയാണ് രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പി.കെ. ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, അത് ശരിയാണ്. വി.ആർ. കൃഷ്ണയ്യർ വ്യവസായം, അത് തെറ്റാണ്. ഡോക്ടർ A.R. മേനോൻ ആരോഗ്യം. അപ്പം 1ഉം 3ഉം ആണ് ശരി. ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ കേരള സംസ്ഥാന നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ കാലങ്ങളിലാണ്. CPIക്ക് 60 സീറ്റും കോൺഗ്രസിന് 45 സീറ്റും ലഭിച്ചത്. CPIക്ക് 60 സീറ്റ്, കോൺഗ്രസിന് എത്രയാണ്? 45 സീറ്റും ലഭിച്ചു. 57 ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു. അപ്പൊ ഏപ്രിൽ 5 തെരഞ്ഞെടുപ്പ് നടന്നത് 57 ഫെബ്രുവരി മാർച്ചിലാണ്. ഏപ്രിൽ 5 ആയപ്പോഴത്തേക്കും EMS എന്ത് ചെയ്തു? ആദ്യത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. 11 അംഗ മന്ത്രിസഭയാണ് അന്ന് അധികാരത്തിൽ വന്നത്. മന്ത്രിസഭാ അംഗങ്ങളാണ് സി അച്യുതമേനോൻ ധനകാര്യ വകുപ്പ് അല്ലെ, ധനകാര്യ വകുപ്പ്, ടി.വി. തോമസ് തൊഴില് ട്രാൻസ്പോർട്ട് അല്ലെ, തൊഴില് ട്രാൻസ്പോർട്ട്, KC ജോർജ് വനം ഭക്ഷ്യവകുപ്പാണ് KC ജോർജ്, KP ഗോപാലൻ വ്യവസായം അല്ലെ, KP ഗോപാലൻ. അപ്പൊ വി.ആർ. കൃഷ്ണയ്യർ അല്ല, KP ഗോപാലനാണ് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. TA മജീദ് പൊതുമരാമത്ത്, P.K. ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസവും സഹകരണവും, KR ഗൗരി അല്ലെ റവന്യൂ എക്സൈസ്, വി.ആർ. കൃഷ്ണയ്യർ നിയമം വൈദ്യുതി അല്ലെ, വി.ആർ. കൃഷ്ണയ്യർ നിയമവും അതിന്റെ കൂടെ വൈദ്യുതി വകുപ്പ് കൂടെയുണ്ട്. AR മേനോൻ ആരോഗ്യം. ഇതാണ് ഈ 11 മന്ത്രിമാര്. അതിൽ ഒരു ദമ്പതികളായത് ടി.വി. തോമസ് അല്ലെ, തൊഴിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായ ടി.വി. തോമസും ഗൗരി അമ്മയുമാണ് അല്ലെ, ഗൗരി റവന്യൂ എക്സൈസ്. അപ്പൊ മന്ത്രിമാരുടെ ലിസ്റ്റ് ഒന്നും കൂടി നോക്കിയാൽ സി അച്യുതമേനോൻ എന്താണ്? ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ടി.വി. തോമസ് ട്രാൻസ്പോർട്ട് തൊഴിൽ മന്ത്രി, KC ജോർജ് വനം ഭക്ഷ്യവകുപ്പ്, KP ഗോപാലൻ എന്താണ്? വ്യവസായമാണ്. TA മജീദ് പൊതുമരാമത്താണ്. P.K. ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണമാണ്. ജോസഫ് മുണ്ടശ്ശേരിക്ക് 2 പ്രധാനപ്പെട്ട വകുപ്പാണ്, വിദ്യാഭ്യാസവും സഹകരണവും. KR ഗൗരിക്ക് റവന്യൂ എക്സൈസ്. വി.ആർ. കൃഷ്ണയ്യർ എന്നാണ്? നിയമവും വൈദ്യുതി. ഡോക്ടർ A.R. മേനോൻ ആണ് ഏറ്റവും പ്രായം കൂടിയ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഡോക്ടർ A.R. മേനോൻ. അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ്? ആരോഗ്യം. അടുത്ത ക്വസ്റ്റ്യൻ, 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകും, അത് ശരിയാണ്. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കുന്നു, അത് ശരിയാണ്. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു, അപ്പൊ അത് തെറ്റാണ്. ആൻസർ വരുന്നത് 1, 2 ഓൺലി ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇൻഫ്രാസോണിക് അല്ല സോണാർ ഉപയോഗിക്കുന്നത്. സോണാർ എന്ന് പറയുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ സോണാർ അവിടെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോണാർ എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലെ വസ്തുക്കളിലേക്കുള്ള അകലം, അവയുടെ ദിശ, വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ അല്ലെ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണല്ലേ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജലത്തിനടിയിലെ വസ്തുക്കളിലേക്കുള്ള അകലം, അവയുടെ ദിശ, വേഗം എല്ലാം മനസ്സിലാക്കാം അല്ലെ. ജലത്തിനടിയിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു എത്ര അകലത്തിലാണ്, അത് എത്ര സ്പീഡിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് ദിശയിലാണ് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സോണാർ ഉപയോഗിക്കാം. സോണാർ എന്നതിന്റെ മുഴുവൻ രൂപമാണ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, അതാണ് സോണാർ. സോണാറിലെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പ്രേഷണം ചെയ്യുന്ന ഭാഗം ഏതാണ്? ട്രാൻസ്മിറ്റർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. പ്രേഷണം ചെയ്യപ്പെടുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചിട്ട് അത് പ്രേഷണം ചെയ്യുന്നതാണ് ട്രാൻസ്മിറ്റർ. കടലിന്റെ അടിത്തട്ടിലെ വസ്തുവിൽ തട്ടി പ്രതിപതിച്ചു വരുന്ന അൾട്രാസോണിക് തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്ന സോണാറിലെ ഭാഗമാണ് ഡിറ്റക്ടർ. അപ്പൊ കടലിന്റെ അടിത്തട്ടിൽ ഒരു വസ്തുണ്ട്, ആ വസ്തുവിൽ തട്ടി പ്രതിപതിച്ചു വരുന്ന അൾട്രാസോണിക് തരംഗങ്ങളെ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്ന ഉപകരണമാണ് ഡിറ്റക്ടർ. അപ്പൊ ട്രാൻസ്മിറ്റർ എന്താണ്? നമ്മൾ സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പ്രേക്ഷണം ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്മിറ്റർ. കടലിന്റെ അടിത്തട്ടിലെ വസ്തുവിൽ തട്ടി പ്രതിപതിച്ചു വരുന്ന അൾട്രാസോണിക് തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്ന സോണാറിലെ ഭാഗമാണ് ഡിറ്റക്ടർ. ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ
സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു. ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി അവയവത്തിന്റെ ചിത്രം രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രഫി. അതായത് ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന ഈ അൾട്രാസോണിക് തരംഗങ്ങളെ ശരീരകലകളിൽ സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരംഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആ അവയവത്തിന്റെ ചിത്രം രൂപപ്പെടുത്തും. അതിനെയാണ് നമ്മൾ അൾട്രാസോണോഗ്രഫി അല്ലെ അൾട്രാസോണിക് തരംഗങ്ങളാണ് അവിടെയും ഉപയോഗിക്കുന്നത്. ഇനി വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ അല്ലെ. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ അൾട്രാസോണിക് തരംഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏത്? ഉപലോഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജർമേനിയം, സിലിക്കൺ അല്ലെ, അങ്ങനെയുള്ളവ ഉപലോഹങ്ങൾ, മെറ്റലോയിഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. അപ്പോൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങളുണ്ട്. ചിലപ്പോൾ ലോഹ സ്വഭാവം കാണിക്കും, ചില സമയത്ത് അലോഹങ്ങളുടെ സ്വഭാവം കാണിക്കും. അങ്ങനെയുള്ളവയാണ് നമ്മൾ മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടവയാണ് ബോറോൺ, സിലിക്കൺ, ജർമേനിയം, ആർസനിക്, ആന്റിമണി, ടെല്ലൂറിയം, പൊളോണിയം എന്നിവ. ഇതൊക്കെ പഠിക്കാം. പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ജർമേനിയം, സിലിക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ ബോറോൺ, ആർസനിക്, ആന്റിമണി, ടെല്ലൂറിയം, പൊളോണിയം. ബോറോൺ, ആർസനിക്, ആന്റിമണി, ടെല്ലൂറിയം, പൊളോണിയം അല്ലെ. ബോറോൺ, ആർസനിക്, ആന്റിമണി, ടെല്ലൂറിയം, പൊളോണിയം. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? മൂലകം ഏതാണെന്ന് വെച്ചാൽ സിലിക്കൺ ആണ് അല്ലെ. മൂലകമാണെങ്കിൽ സിലിക്കൺ ആണ്. കമ്പ്യൂട്ടർ ചിപ്പുകൾ, സോളാർ സെല്ലുകൾ, ട്രാൻസിസ്റ്ററുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നവയാണ് സിലിക്കൺ അല്ലെ. സിലിക്കൺ, കമ്പ്യൂട്ടർ ചിപ്പ്, സോളാർ സെല്ലുകൾ, ട്രാൻസിസ്റ്ററുകൾ. വജ്രത്തിന് സമാനമായ പരൽഘടനയുള്ള മൂലകമാണ് ജർമേനിയം അല്ലെ. വജ്രത്തിന്റെ സമാനമായ പരൽഘടനയുള്ള മൂലകമാണ് ജർമേനിയം. വിഷങ്ങളുടെ രാജാവ്, രാജാക്കന്മാരുടെ വിഷം എന്നീ അപരനാമങ്ങളിലാണ് ആഴ്സനിക് അറിയപ്പെടുന്നത്. ആഴ്സനിക് അറിയപ്പെടുന്നത് വിഷങ്ങളുടെ രാജാവ്, രാജാക്കന്മാരുടെ വിഷം എന്നീ അപരനാമങ്ങളുള്ളത് ആഴ്സനിക്കിനാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? ഫോളിക് ആസിഡ്, തൈമിൻ, നിയാസിൻ, അസ്കോർബിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ ഡി, അസ്കോർബിക് ആസിഡ്. നമുക്കറിയാം വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്. ഒരു കൂട്ടം ജീവകങ്ങളുടെ സമുച്ചയമാണ് ജീവകം ബി കോംപ്ലക്സ്. വിറ്റാമിൻ ബി1, തയാമിൻ, നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി3. പാൻറ്റോത്തനിക് ആസിഡ് ആണ് വിറ്റാമിൻ ബി5. പിരിഡോക്സിൻ വിറ്റാമിൻ ബി6 എന്നറിയപ്പെടുന്നു. ബയോട്ടിൻ ആണ് വിറ്റാമിൻ ബി7. അപ്പോൾ നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ബി3 ആണ് നിയാസിൻ. പാൻറ്റോത്തനിക് ആസിഡ് ബി5, പിരിഡോക്സിൻ ബി6, ബയോട്ടിൻ ബി7. ബി1 തയാമിൻ, റൈബോഫ്ലാവിൻ ആണ് ബി2 എന്നറിയപ്പെടുന്നത്. ഇനി ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി9 അല്ലെ. ഫോളിക് ആസിഡ്, കൊബാലമിൻ, സയനോ കൊബാലമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ബി12, വൈറ്റമിൻ ബി12. ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി9, കൊബാലമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി12, വൈറ്റമിൻ ബി12. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ്, സുരേന്ദ്രനാഥ ബാനർജി. നമുക്ക് ബാലഗംഗാധര തിലകനും ലാലാ ലജ്പത് റായും മിതവാദി അല്ല, എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു, അതായത് തീവ്രവാദികളായിരുന്നു. അപ്പോൾ അത് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതായിരിക്കും. മിതവാദികളായിരിക്കില്ല. കോൺഗ്രസിലെ തീവ്രവാദികളുടെ പട്ടികയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാവാം. അപ്പോൾ 1ഉം 2ഉം ആണെങ്കിൽ ആൻസർ ഓപ്ഷൻ ബി വരും. അപ്പോൾ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ് നമ്മൾ ലാൽപാൽ ബാൽ എന്ന് പറയുന്നത്. അവർ തീവ്ര ദേശീയത അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകളായിരുന്നു. 1885 മുതൽ 1905 വരെയുള്ള കാലയളവിലാണ് കോൺഗ്രസിലെ മിതവാദ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അല്ലെ. 1885 മുതൽ 1905, അതായത് നമ്മുടെ ബംഗാൾ വിഭജനം വരെ മിതവാദികളുടെ കാലഘട്ടമായിരുന്നു. ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് നമ്മൾ തീവ്രദേശീയ കാലഘട്ടത്തിലേക്ക് പോകുന്നത് അല്ലെ. 1905 മുതൽ 1919 വരെ തീവ്രദേശീയതയുടെ കാലമായിരുന്നു. 19ന് ശേഷം നമ്മുടെ ഗാന്ധിജി പല പല സമരങ്ങളിലേക്കൊക്കെ വരുന്നത് കൊണ്ട് 19 മുതൽ അദ്ദേഹം 47 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. അപ്പം 1885 ANC രൂപീകരിക്കുന്നു. 1905 വരെ നമ്മൾ എന്താണ് മിതവാദം അല്ലെ, മിതവാദ കാലഘട്ടം എന്നറിയപ്പെടുന്നു. മോഡറേറ്റ്സുകളുടെ കാലഘട്ടമാണ്. 1905 മുതൽ 19 വരെ, 1919 വരെ നമ്മുടെ ഏതാണ് തീവ്രദേശീയ എക്സ്ട്രീമിസ്റ്റുകളുടെ കാലഘട്ടമാണ്. അതിനുശേഷം പിന്നെ 47 വരെ ഗാന്ധിയൻ കാലഘട്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ആൻസർ ഓപ്ഷൻ ഡി, സോഷ്യലിസം ആണ്. സോഷ്യലിസം. റിപ്പബ്ലിക് ഓൾറെഡി ഉള്ളതാണ്. പരമാധികാരം, സോവർണിറ്റിയും ഉണ്ട്, ജനാധിപത്യം ഉണ്ടാകും. സോഷ്യലിസം ആണ് 42ൽ ആഡ് ചെയ്യുന്നത്. സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതി 1976ലാണ്. ആമുഖം ഭേദഗതി ചെയ്ത ഏക സന്ദർഭമാണ് ഇത്.